എന്താ സുഖം എന്നല്ലേ വൈകുന്നേരം ഇങ്ങനെ വന്ന് നിൽക്കുമ്പോല്ലേ ഒരു പ്രത്യേക സുഖാണ് കേട്ടാ. എന്താ കാരണം എന്നറിയാ, ഈ പണ്ട് ഒരു 1999 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടില്ലേ, HAL എയർപോർട്ട് എന്നാ പറയാ. അന്ന് ഈ കമ്പാരി എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട്. അതായത് ഈ മാറത്തള്ളിന്റെ അപ്പുറത്തായിട്ട് വരുവായിരുന്നു, കച്ചറ വെള്ളങ്ങൾ ഒഴുകുന്നതാണ്. ആ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പുല്ലുകൾ ഇങ്ങനെ മുളച്ച് നിൽക്കുന്നുണ്ടാകും. അവിടെ പോയിട്ട് ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഇരിക്കും. 6 മണി കഴിഞ്ഞാൽ കൊതുകിന്റെ അഭിഷേകമായിരിക്കുവേ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫ്ലൈറ്റിൽ ഇങ്ങനെ താഴ്ന്നിങ്ങനെ പറക്കുന്നതെല്ലാം നമുക്ക് കാണാൻ കഴിയും. അതായത് 99 ഇപ്പോഴവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരെയാണ്, ദേവനഹള്ളിയിലാണ് എയർപോർട്ട്. ഇനി കുറേ ആൾക്കാർ അവിടെ അല്ലടോ എയർപോർട്ട് എന്നൊന്നും പറഞ്ഞിട്ട് വരണ്ട. അപ്പൊ അങ്ങനെ കാണാൻ നല്ല രസമായിരുന്നു. അതുപോലുള്ളൊരു ഫീലിംഗ്. ഞാൻ ഇതൊന്നും പറയാനല്ല വന്നിനി, ഞാൻ പറയാനുള്ളത് പറഞ്ഞിരിക്കുവാർന്ന്, വേറെ ഒന്നുമല്ല. ഇപ്പൊ കുറെ ആൾക്കാരുണ്ട് പറയുന്നതായിരുന്നു. ഒരു ഓട്ടോക്കാരൻ, ആ ഓട്ടോക്കാരൻ ചേട്ടനെ ഇത് ഏതൊരു പെണ്ണ് അതിന്റെ പുറകിൽ കയറിയിട്ട് സ്റ്റുഡിയോയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഓട്ടോക്കാരൻ പറഞ്ഞു ഇവിടെ കുറെ സ്റ്റുഡിയോ ഉണ്ട്, ഏത് സ്റ്റുഡിയോയാ എന്ന് ചോദിച്ചപ്പോഴേ ആ പെണ്ണ് പറഞ്ഞു താൻ വെള്ളടിച്ചില്ലോ, താൻ വെള്ളടിച്ചില്ലോ, താൻ വെള്ളടിച്ചില്ലോ. അങ്ങ് കയറിയില്ലേ പിന്നെ. ഇതാരാ ആളുകാരാ അറിയാ, ആളാരാ അറിയാ. ആളെ കഥയൊന്നും പറയണ്ട, അത് യൂട്യൂബിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവുമായിരുന്നു. അയാളാന്ന് പോയി ചോദിക്കുന്നത് ഈ ചേട്ടനോട്, നിങ്ങൾ വളർച്ചടാ, നിങ്ങൾ വളർച്ചടാ. എന്തോരം മനുഷ്യന്മാരാണ്. അപ്പൊ എല്ലാരും പറയുന്നത് എന്താ അറിയാ, ഇത് മറ്റേ എന്താണ് ഫെയിമിന് വേണ്ടിയിട്ടാണ്, ഒരു മണ്ണാങ്കട്ടക്കും വേണ്ടിയിട്ടല്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടക്കിടക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടിന് തേങ്ങ ഇട്ട് കൊടുക്കുന്ന പോലെ ഇവറ്റകൾക്കൊരു സ്വഭാവമുണ്ട്. ആരെങ്കിലും ഒരാളെ വെച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നെഗറ്റീവായി കിട്ടണം. അങ്ങനെ നെഗറ്റീവിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആളെടുത്ത് റിയാക്ട് ചെയ്യണം. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പഞ്ചിങ് കിട്ടത്തുള്ളൂ. ഇങ്ങനെ വിചാരിക്കുന്ന കുറെ ടീമുകളുണ്ട്. അത് ഇതൊന്നുമല്ല, ഇനി അങ്ങോട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം കർശനമാക്കിയുണ്ട് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കുറയും കേട്ടാ. ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആണുങ്ങൾക്ക് വഴിയിലിറങ്ങി നടക്കാൻ പറ്റൂല. കുറെ എണ്ണമുണ്ട്. ഇതൊന്നുമല്ല, പണ്ട് നിങ്ങൾ കണ്ടില്ലേ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റെടുക്കും, ഞങ്ങൾ ഏറ്റെടുക്കും, ഞങ്ങൾ ഏറ്റെടുക്കും എന്നാണ്. അതൊക്കെ മാറിയടാ, ഇപ്പൊ സർക്കാർ മാറി, അതൊന്നും അറിഞ്ഞിട്ടില്ലേ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് ഇനി 8ന്റെ പണിയാ കിട്ടാൻ പോന്ന്. അപ്പൊ എല്ലാ കാര്യത്തിലും ഇപ്പൊ കുറച്ചു നാൾ മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, മറ്റേ ദീപക് എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനാ, ആ ചെറുപ്പക്കാരനെ അതുപോലെ ചെയ്തു. അതുപോലെ പിന്നീട് ഇവര് കുറെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇത് സ്ഥിരം തൊഴിലാക്കി. പിന്നെ കുറെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ആളെ വെച്ചിട്ട് ജയിക്കാൻ തുടങ്ങി. ചേട്ടാ ഒന്ന് ഇട തൊടണേ, ആ ആടത്തൊടി ചേട്ടാ, ആ ആടത്തൊട് ഒന്ന്, ആ ആടത്തൊട്, അതുവരെ ചെയ്യാൻ തുടങ്ങി. എടോ ഇതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഓട്ടോ ചേട്ടൻ്റെ അടുത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്ടോ ചേട്ടനെ ഒന്ന് കൊടുക്കാം, അയാളുടെ അന്നം മുട്ടിക്കാം, അയാളെ ഒന്ന് സമൂഹത്തിന്റെ മുമ്പിൽ നാറ്റിക്കാം എന്നൊക്കെയാണ് ഈ പെണ്ണ് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പെണ്ണ് അങ്ങനെ പ്രതികരിച്ചതെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, അതായത് ഇങ്ങനെ ഉള്ള അവരൊക്കെ, അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോ ചേട്ടനെ അപമാനിക്കാനായിട്ട് കാറിൽ ഇതിൻ്റെ അകത്ത് കയറിയതാണ്. അല്ലാതെ ഇതൊന്നും ഇതിനകത്തൊന്നും പോകത്തില്ല. ഇതിന്റെ ബാക്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ക്യാമറയും വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഉണ്ടാകും, വലിയ കാറും ഇതൊക്കെ ഉള്ള ടീമാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഓട്ടോയിൽ പോയിട്ട് അത്ര ഗതികേടൊന്നും ആ പെണ്ണിനില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് കയറിയതാണ്. പക്ഷേ അതങ്ങ് പാളിപ്പോയി. കാരണം എന്താ അറിയാ, പിറ്റേ ദിവസം മുതൽ ആ ഓട്ടോ ചേട്ടൻ എല്ലാവരും പൊങ്കാലിയിടും. അല്ലെങ്കിൽ ആ ഓട്ടോ ചേട്ടൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം നശിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കണ്ടന്റുകളുടെ പിന്നെ ഘോഷയാത്രയാണ് ആ പെണ്ണ് പ്രതീക്ഷിച്ചത്. അതിന് പകരമായിട്ട് നോക്കുമ്പോഴേക്കും തന്നെ വലിയ ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്. കാരണം എന്താ അറിയാ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ 7 വർഷം വരെ, 3 മുതൽ 7 വർഷം വരെ കിട്ടാൻ പോകുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി അവിടെ ആശാത്തി എന്ത് ചെയ്തു അറിയാം, മെല്ലെ വീഡിയോ അങ്ങ് റിമൂവ് അങ്ങ് ചെയ്ത്. മനസ്സിലായ? ഞാൻ ആലോചിക്കുന്ന അതല്ലടേ, ഇവരുടെയൊക്കെയുള്ള വീട്ടുകാരുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ്. പക്ഷെ അവരെയും പറയാൻ കഴിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് കൊണ്ടുവന്നു കഴിഞ്ഞാലും കണ്ടന്റ് ഈ കണ്ടന്റ് കണ്ടിട്ടല്ലേ പിള്ളേർ പഠിക്കുന്നത്. അപ്പൊ ഈ കണ്ടന്റ് കൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ മനുഷ്യന്മാർക്ക് പുറത്തിറങ്ങി നടക്കണ്ടെങ്കിൽ ഭയങ്കര ഭയമാണ്. കാരണം ഇറങ്ങി നടക്കാൻ പറ്റൂലടോ, ഒരു തിരക്കിലെ ബസ് കയറാൻ പറ്റൂല, അതുപോലെ ഒരു തിരക്കിലെ ട്രെയിനിൽ കയറാൻ പറ്റൂല. ഇപ്പൊ ട്രെയിനിൽ ഇങ്ങനെ ഇതിനൊക്കെ ഞാൻ നോക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നു, എന്നിട്ട് ഇങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. മനസ്സിലായ? കാരണം എന്ന് വെച്ചാൽ ഇത് താഴെങ്ങാറ്റം പോയിട്ടുണ്ടെങ്കിൽ നെയ്യ, അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നതായിരുന്നു. എല്ലാവരും ഇപ്പൊ ട്രെയിനിൽ നിങ്ങൾ നോക്കി ഇങ്ങനെ എല്ലാവരും നിൽക്കുന്നത്. ബസ്സിൽ വരെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ അറിയാം. ഇനി എപ്പോഴാണ് പുരുഷന്മാർ വീണ്ടും പരിക്കേൽക്കുന്ന പറയാൻ പറ്റൂല. കാരണം ഈ കൈ താക്കാൻ പറ്റൂല. നല്ല തിരക്കുള്ള ബസ്സിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, ഇത് എങ്ങനെയാ താക്കുക? ഇതിങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ എല്ലാവരും നിൽക്കുന്നതായിരുന്നു. കാരണം എപ്പോഴാണ് ഈ ക്യാമറയും കൊണ്ട് വരുന്നു പറയാൻ പറ്റൂലല്ലോ. നാടിൻ്റെ ഒരു പുരോഗതിയെ, അതായത് ഇപ്പൊ അല്ലേ പിന്നെ വേറൊരു കാര്യം ചെയ്യണം. എന്താ അറിയാ, ഈ മുമ്പിൽ നമ്മളൊരു ക്യാമറയും വെച്ച് നടക്കണമായിരുന്നു, എന്നാൽ പിന്നെ കുഴപ്പമില്ല. അല്ല അത് വേണ്ടി വരൂ. ഇനി ഭാവിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരുമായിരുന്നു. കാരണം ഇല്ലെങ്കിൽ എന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞാൽ എന്നാ ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടാ. അതായത് ഇപ്പൊ പഴയ പോലെ കളി നടക്കൂല.
പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് പോയിട്ട് പരാതി, ഒരു ഇമെയിൽ, അത്രയേ വേണ്ടൂ. ഇപ്പം അങ്ങനെയൊന്നും നടക്കും തോന്നില്ല. ഇപ്പം പറഞ്ഞാൽ കുറച്ചും കൂടി എന്നാൽ നമ്മുടെ CM കുറച്ചും കൂടി ഉഷാറാന്ന് എനിക്ക് തോന്നുന്നട്ടാ. മൊത്തത്തിൽ എന്ന് പറഞ്ഞ ഒരു ഇളക്കം സംഭവിച്ചിട്ടുണ്ട്. പഴയതെന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല. പഴയ കുറേ എണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ഫെമിനിസ്റ്റാ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട്. ആദ്യം തന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താ അറിയാം, നമ്മൾ പിന്നെ ഈ ഡാൻസോ ഇതൊന്നും ഈ സ്ത്രീകൾക്ക് വേണ്ടതായിരുന്നു അറിയാം. ഈ ഡാൻസും കളിച്ച് അതുപോലെ തന്നെ പാതിരാർത്തിക്ക് മറ്റേ ഈ കടൽ തീരത്തോട്ട് നടക്കാൻ എത്ര പേര് പോകണോ? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നമുക്കതൊന്നല്ല വേണ്ടത്. നമുക്ക് ഇതേപോലെയുള്ള ബസ് യാത്ര ഫ്രീ ആയിട്ട് ഏടെങ്കിലും സമാധാനത്തിൽ ഭർത്താവുമായിട്ട് എന്തൊക്കെ ഒരു കുഴപ്പമുണ്ടെങ്കിൽ ടാറ്റാ നിങ്ങൾ ആരും പൈസയും വേണ്ട, ഇരുന്നിട്ട് സമാധാനത്തിൽ പോകാലോ. നിങ്ങൾക്ക് വേറെ വേണമെങ്കിലും പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് വന്നൂടെ? അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, നിങ്ങളെല്ലാവരും നാളെ ഡാൻസിന് വരണമെന്ന് സുംബ ഡാൻസാ എന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇതാക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എണ്ണം പറയുന്നത് എന്താ പറയുക, ഞങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കേണ്ട ഇത് കിട്ടണം. എന്തിനാ ഇറങ്ങി നടക്കുന്ന പിരാന്തില്ല? ഇപ്പം അങ്ങ് പാമ്പ് കടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ ഇറങ്ങി നടക്കുന്നത് രാത്രിയായിരുന്നു. കുറേ എണ്ണത്തിൻ്റെ വെറുതെ പറയുന്നതാന്ന്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രാത്രി ഇറങ്ങി നടക്കണം, ഞങ്ങൾക്ക് രാത്രി ഇറങ്ങി നടക്കണം. പിന്നെ ഈ സമരത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, ചുംബന സമരക്കാരോട് ഞാൻ പറയുന്നില്ലായിരുന്നു. ആ കഥയും കൊണ്ടും കുറേ എണ്ണം വന്നിന്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ എന്നാ പറയേണ്ടത് എന്തൊരിതാണെന്നറിയാം. അതിൻ്റെ ഒരു തുടർച്ച എന്നോണം ഏതായാലും ഒന്ന് നോക്കാം, പരീക്ഷിക്കാം എന്ന് കരുതിയിട്ടാണ് ഈ പെണ്ണ് നേരെ പോയിട്ട് ആ ഓട്ടോ ചേട്ടൻ്റെ അടുക്ക പോയിട്ട് ഒന്ന് ചൂടാകാൻ ശ്രമിച്ചത്. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ മൊത്തം ഇറങ്ങിയിട്ട് അങ്ങ് ഇതാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിന് മനസ്സിലായത്, എൻ്റെ മോനെ ഇത് മാറി, പഴയ ഇതല്ല. കാരണം എന്താ വെച്ചാൽ ഇനി പണി കിട്ടും തോന്നിയിട്ട് ഇപ്പം മെല്ലെ അത് ഡിലീറ്റ് ആക്കിയിട്ട് മൂവ് ചെയ്തത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാറ്റങ്ങൾ അതാണ്. അല്ലാതെ എന്ന് പറഞ്ഞ് നമ്മൾ കുറേ ഡാൻസും കളിച്ചു കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെളിയിലിറങ്ങി നടക്കും. ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്. എന്താ വെച്ചാൽ നമുക്ക് ₹1 അത് ലാഭം കിട്ടുന്ന അത് തന്നെയാണ് വേണ്ടത്. ഇപ്പം എല്ലാവരും പറയുന്നില്ല സ്ത്രീകൾക്ക് എന്തിനാ ഫ്രീ കൊടുത്തിന്, സ്ത്രീകൾക്ക് എന്തിനാ കൊടുക്കണടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൊടുക്കട്ടെ. അല്ലാതെ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്കാ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ പണിക്കും പോകില്ല. ഞാൻ അടക്കാ പറയുന്ന നടന്ന്. കാരണം ഫ്രീ അല്ലേ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. അങ്ങനെയുണ്ട് മനുഷ്യന്മാർ. നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നല്ല കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം, ഇതിലെ പൊളിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു കൂട്ടങ്ങൾ അങ്ങനെ ഉയ്യൻ്റെ മോനെ, അതാണ് ഏറ്റവും വലിയ സഹിച്ചുകൂടാത്തത്. കാര്യം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയെങ്കിലും പൊളിക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ദൈവത്തെ ഓർത്തിട്ട് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പെൻഷൻ കിട്ടുന്ന തിന്നോ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 10 കൊല്ലം പണിയെടുത്തിട്ടൊക്കെ പെൻഷൻ നല്ലോണം വാങ്ങിക്കുന്നുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, ഈ പാവങ്ങൾക്ക് കിട്ടുന്നതിൽ നിങ്ങൾ മണ്ണ് വാരി ഇടരുത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചികിത്സാ സഹായങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ഗുണം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓട്ടോയിലും ബസ്സിലും ഒക്കെ സഞ്ചരിച്ചോ, പക്ഷേ ഇനി ഇമാതിരി പോക്കിരിത്തരവും കൊണ്ട് നടക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇവരൊക്കെ കണ്ടന്റ് ക്രിയേറ്റർമാരാണ്. ഇവർക്കൊക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ എന്ത് തെണ്ടിത്തരം ചെയ്തിട്ടായാലും കണ്ടന്റ്, അല്ലാതെ വേറെ ഒരു തേങ്ങാക്കൊലയും വേണ്ട ഇവർക്കൊന്നും. ആ ഓട്ടോകാരൻ ആ മനുഷ്യൻ ഒരു 10-60 വയസ്സ് പ്രായം ഉണ്ടാക്കി അങ്ങേരുടെ മുഖത്ത് നോക്കിയിട്ട് താൻ വെള്ളടിച്ചില്ലടോ എന്ന് ഉളുപ്പുണ്ടോ? കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ? ബാക്കി നിങ്ങൾ പ്രതികരിച്ചോ താഴെ കമൻറ്റ് ബോക്സിൽ. നന്ദി, നമസ്കാരം. ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ.